കലാഭവൻ മണിയുടെ ശില്പം ഇനി പാട്ടുപാടും. ചിത്രകലാകാരൻ ഡാവിഞ്ചി സുരേഷിന്റെ പുതിയ സൃഷ്ടിയാണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ കലാഭവൻ മണിയുടെ അനുസ്മരണ വീഡിയോ. കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി. ലോകമലേശ്വരം ഒല്ലാശ്ശേരി വീട്ടിൽ ശരത് ലാലിനെയും കരുവന്നൂർ വെട്ടുകുന്നത്ത് കാവ് പുറത്തുശ്ശേരി മുരുങ്ങത്ത് വീട്ടിൽ സുധിനെയുമാണ് കാപ്പ ചുമത്തിയത്. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിച്ചു. 4,27,021 വിദ്യാർത്ഥികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കലാഭവൻ മണിയുടെ ശില്പം ഇനി പാട്ടുപാടും. ചിത്രകലാകാരൻ ഡാവിഞ്ചി സുരേഷിന്റെ പുതിയ സൃഷ്ടിയാണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ കലാഭവൻ മണിയുടെ അനുസ്മരണ വീഡിയോ. മണിയുടെ 9ാമത് ചരമവാർഷികമായ മാർച്ച് 6-ന് ചാലക്കുടിയിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയതാണ് AI വീഡിയോ. കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി. ലോകമലേശ്വരം ഒല്ലാശ്ശേരി വീട്ടിൽ കുഞ്ഞൻ ശരത്ത് എന്ന് വിളിക്കുന്ന ശരത് ലാലിനെയും കരുവന്നൂർ വെട്ടുകുന്നത്തുകാവ് പുറത്തുശ്ശേരി മുരുങ്ങത്ത് വീട്ടിൽ സുധി എന്ന് വിളിക്കുന്ന സുധിനെയുമാണ് കാപ്പ ചുമത്തിയത്. ശരത് ലാലിനെതിരെ കാപ്പ നിയമ നടപടികൾക്കായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് 1 വർഷത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ശരത് ലാൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2020-ൽ ഒരു വധശ്രമ കേസും 2022-ലും 23-ലും ഓരോ അടിപിടി കേസും 24-ൽ വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീയെ മാനഹാനി വരുത്തിയ കേസും ജബ്ബാർ എന്നയാളെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെയും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ 2022-ൽ വ്യാജ കറൻസി കൈവശം വെച്ചതിന് ഒരു കേസുമടക്കം 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. സുധിന് 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരി എന്നീ സ്ഥലങ്ങളിൽ പ്രവേശിച്ച് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. സുധിൻ കാപ്പ നിയമലംഘനം നടത്തുന്നതായി അറിവ് ലഭിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഉള്ളവരെ നിരീക്ഷിച്ചു വരവെയാണ് സുധിൻ നിയമലംഘനം നടത്തിയതായി അറിവായത്. തുടർന്ന് ഇരിങ്ങാലക്കുട SHO അനീഷ് കരീം അറസ്റ്റ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ ക്ലീറ്റസ് ദിനേശൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ വിജയകുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. സുധിന് കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2019-ൽ ഒരു വധശ്രമ കേസും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2024-ൽ ഒരു വധശ്രമ കേസുമടക്കം 3 ക്രിമിനൽ കേസുകളുണ്ട്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിച്ചു. 2,980 കേന്ദ്രങ്ങളിലായി 4,27,021 വിദ്യാർത്ഥികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. രാവിലെ SSLC പരീക്ഷയും ഉച്ചയ്ക്ക് ഹയർ സെക്കൻഡറി പരീക്ഷയും നടന്നു. ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലും ഗൾഫിൽ 7 കേന്ദ്രങ്ങളിലും പരീക്ഷകൾ നടന്നു. 4,44,693 വിദ്യാർത്ഥികൾ +2 പരീക്ഷ എഴുതി. ഇത്തവണ ഗൾഫ് മേഖലയിൽ 682 കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ 447 കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട്. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. 28,358 വിദ്യാർത്ഥികൾ. ഏറ്റവും കുറവ് കുട്ടികൾ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ്, 1,893. രാവിലെ 9:30-നാണ് SSLC പരീക്ഷ. 1:30-ന് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയും നടക്കും. SSLC +2 പരീക്ഷകൾ 26-ന് അവസാനിക്കും. 6-ാം തീയതി 1ാം വർഷ പരീക്ഷകൾ തുടങ്ങും. 29-ന് അവസാനിക്കും. ഏപ്രിൽ 3-ന് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി SSLC ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ആരംഭിക്കും. അറിഞ്ഞോ പറ A+ കിട്ടും ഉറപ്പാണോ? ഇതിനിട്ടു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. കൊടുങ്ങല്ലൂർ കുരുമ്പക്കാവിൽ ചെറുഭരണി കൊടിയേറ്റം ചൊവ്വാഴ്ച. കുംഭമാസത്തിലെ ഭരണിനാളായ ചൊവ്വാഴ്ച ശ്രീ കുരുമ്പക്കാവിൽ ചെറുഭരണി ഉത്സവം കൊടിയേറും. മീനത്തിലെ തിരുവോണനാളായ മാർച്ച് 25-ന് കോഴിക്കല്ല് മൂടലും 31-ന് അശ്വതി കാവുതീണ്ടലും ഏപ്രിൽ 1-ന് ഭരണി ഉത്സവവും നടക്കും.
ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെ പരമ്പരാഗത അവകാശികളായ കാവിൽ വീട്ടിലെ പ്രതിനിധികൾ ആചാര അനുഷ്ഠാനങ്ങളുടെ ശ്രീകുരുമ്പക്കാവിലെത്തി ചടങ്ങുകൾ നടത്തും. ചടങ്ങുകൾക്ക് തുടക്കമാകുന്നതോടെ ക്ഷേത്രത്തിനകത്തുള്ള ഭക്തജനങ്ങളും അടികൾമാരും ജീവനക്കാരും ഉൾപ്പെടെ പുറത്തിറങ്ങി പ്രദക്ഷിണ വഴിക്ക് പുറത്ത് മാറി നിൽക്കും. ഇതോടെ കോഴിക്കല്ലിൽ വെച്ചിട്ടുള്ള മണിയെടുത്ത് പ്രതിനിധികൾ 3 തവണ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി പട്ടിൽ പൊതിഞ്ഞ സ്വർണ്ണത്താലിയും മണിയും കോഴിക്കല്ലിൽ സമർപ്പിച്ച് ചടങ്ങ് പൂർത്തിയാക്കും. തുടർന്ന് അടികൾമാരും ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ പ്രവേശിക്കും. ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടെ ക്ഷേത്ര സങ്കേതത്തിലെ ആൽമരങ്ങളിലും പന്തലുകളിലും കൂറ്റൻ കൊടിക്കൂറുകൾ ഉയരും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി മറ്റു വാർത്തകളിലേക്ക്. അഖില ഭാരതീയ ഗോസേവ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിൽ നിന്നുള്ള ബാലകൃഷ്ണ ഗുരുസ്വാമിയും സംഘവും നയിക്കുന്ന കാശ്മീർ മുതൽ കന്യാകുമാരി വരെ 180 ദിവസം നീണ്ടു നിൽക്കുന്ന ഗോസംരക്ഷണ പദയാത്രയ്ക്ക് കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. കൊടകര ശാന്തി ആശുപത്രിക്ക് സമീപം എത്തിയ പദയാത്രയെ രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ വിഭാഗ് വ്യവസ്ഥാ പ്രമുഖ് KR ദേവദാസ്, കൊടകര ഗൺ കാര്യവാഹ് M സുനിൽകുമാർ, സിദ്ധ വൈദ്യന്മാർ, ഭക്തജനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. വൈകിട്ട് 6 മണിക്ക് കണ്ടംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന പദയാത്രയെ ക്ഷേത്രം പ്രസിഡന്റ് സത്യൻ കുറുവത്ത്, സെക്രട്ടറി രഘു P മേനോൻ, വൈസ് പ്രസിഡന്റ് ശശീന്ദ്രൻ തൃക്കാശ്ശേരി, ജോയിന്റ് സെക്രട്ടറി സജി പെരുമ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ചടങ്ങിൽ ക്ഷേത്ര മേൽശാന്തി ചുള്ളിമംഗലത്ത് മനക്കൽ വാസുദേവൻ നമ്പൂതിരി ഗോപൂജ നടത്തി സ്വാമിമാരെയും ഗോമാതാവിനെയും ക്ഷേത്രത്തിന് അകത്തേക്ക് ആനയിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ശ്രീമദ് ബാലകൃഷ്ണ ഗുരുസ്വാമി, KR ദേവദാസ്, സത്യൻ കുറുവത്ത്, ജയകുമാർ വൈദ്യർ, സദാനന്ദൻ വൈദ്യർ എന്നിവർ സംസാരിച്ചു. 86ാമത് കനകമല കുരിശുമുടി മാർത്തോമ തീർത്ഥാടനത്തിന് തുടക്കമായി. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർപോളി കണ്ണൂക്കാടൻ ദീപം തെളിയിച്ചു. ദീപശിഖ മാർത്തോമ കുരിശുമുടി പള്ളിയിൽ പ്രതിഷ്ഠിച്ചു. തൃശൂർ ജില്ലയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല ഇടവകപ്പള്ളിയുടെ പ്രഥമ വികാരിയായിരുന്ന ഫാദർ ആന്റണി ചെറിയത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന തൃശൂർ അതിരൂപതയിലെ ചിറ്റിലപ്പള്ളി സെന്റ് റീത്ത പള്ളിയിൽ നിന്നും വികാരി ഫാദർ ജോളി ചിറമേൽ തെളിയിച്ച ദീപശിഖ വാഹന അകമ്പടികളോടെ മുക്കാട്ടുകര, കൊടകര, വല്ലപ്പാടി എന്നീ ഇടവകപ്പള്ളികളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കനകമല തീർത്ഥാടന കേന്ദ്രം അടിവാരം പള്ളിയിലെത്തി. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർപോളി കണ്ണൂക്കാടൻ ദീപശിഖ സ്വീകരിച്ച് ദീപം തെളിയിച്ച് 86ാമത് കനകമല നോമ്പുകാല തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ദീപശിഖ മാർത്തോമ കുരിശുമുടി പള്ളിയിൽ പ്രതിഷ്ഠിച്ചു. വികാരി ഫാദർ മനോജ് മേക്കാടത്ത്, സഹവികാരി ഫാദർ റൈസൺ തട്ടിൽ, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയ് കളത്തിങ്കൽ, PRO ഷോജൻ ഡി വിധേയത്തിൽ, ദീപശിഖ കൺവീനർ ബിജു കുയിലാടൻ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, കൺവീനർമാർ, ജോയിന്റ് കൺവീനർമാർ, യൂണിറ്റ് പ്രസിഡന്റുമാർ, സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. അച്ഛനെയും മകനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ റിമാൻഡിൽ. മുപ്ലിയം പാറക്കുളം സ്വദേശികളായ അപ്പാട്ട് വീട്ടിൽ ശ്രീജിത്ത്, എരുമക്കാടൻ വീട്ടിലെ രാജേഷ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. മാർച്ച് 1 മുപ്ലിയത്തുള്ള ആന്റണിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയത് ചോദ്യം ചെയ്ത ആന്റണിയുടെ ബന്ധുക്കളായ വെള്ളിക്കുളങ്ങര കടമ്പോട് സ്വദേശികളായ അയ്യാക്കരൻ വീട്ടിൽ സേവ്യറിന്റെ മകൻ അരുൺ എന്നിവരെയാണ് ആന്റണിയുടെ വീട്ടിലെ അടുക്കളയിൽ വെച്ച് പ്രതികൾ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ സംഭവത്തിലാണ് ശ്രീജിത്തിനെയും രാജേഷിനെയും വരന്തരപ്പള്ളി പോലീസ് പിടികൂടിയത്. ശ്രീജിത്തിന് വരന്തരപ്പള്ളി പോലീസ് വീട് കയറി ആക്രമിച്ചതിനുള്ള കേസും രാജേഷിന് ഒരു അടിപിടി കേസുമുണ്ട്. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KN മനോജ്, സബ് ഇൻസ്പെക്ടർ അശോക് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ മുരുകദാസ്, ജോഫിൻ ജോണി എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. തീരദേശത്തെ 1000 കുടുംബങ്ങൾക്ക് ഇഫ്താർ കിറ്റുകൾ ഒരുക്കി അഴീക്കോട് തിബിയാൻ പ്രൈമറി സ്കൂൾ. തിബിയാൻ ക്യാമ്പസിൽ ET ടൈസൺ MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. തിബിയാൻ ജനറൽ സെക്രട്ടറി ഷമീർ എറിയാഡ് അധ്യക്ഷത വഹിച്ചു. മാഹിൻ സുഹരി, ഇസഹാഖ് സൈദി എന്നിവർ റമദാൻ സന്ദേശം നൽകി. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, ഡോക്ടർ NA നസറുള്ള, PS മുജീബ് റഹ്മാൻ, റഷീദ് പുത്തൻകാട്ടിൽ, നജീബ് P മുഹമ്മദ്, അബ്ബാസ് സുഹരി, നവാസ് സുഹരി, AM സക്കരിയ, അബ്ദുൾ കരീം പഴങ്ങാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു.
അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു നൽകുന്ന സഹപാഠിക്കൊരു വീട് പദ്ധതിയുടെ കട്ടിളവെപ്പ് ടൈസൺ MLA നിർവഹിച്ചു. സ്കൂൾ വാർഷികത്തിനെത്തിയ MLAയോട് പദ്ധതിയെക്കുറിച്ച് പ്രോഗ്രാം ഓഫീസർ ഹഫിദയും കുട്ടികളും വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റി ട്രസ്റ്റിനോട് MLA സഹായം ആവശ്യപ്പെടുകയായിരുന്നു. ട്രസ്റ്റ് 5 ലക്ഷം രൂപ അനുവദിച്ചതോടെയാണ് സഹപാഠിക്കൊരു വീട് എന്ന സ്വപ്നത്തിലേക്ക് തുടക്കം കുറിച്ചത്. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷനായ ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ അംബിക ശിവപ്രിയൻ, പ്രസീന റാഫി, NSS കൊടുങ്ങല്ലൂർ ക്ലസ്റ്റർ കൺവീനർ ER രേഖ, സ്കൂൾ PTA പ്രസിഡന്റ് സാദത്ത്, PTA വൈസ് പ്രസിഡന്റ് തൻസില, PTA അംഗം സിറാജ്, അധ്യാപകരായ റംലത്ത് VA, ഷംന KK തുടങ്ങിയവർ പങ്കെടുത്തു. പ്രിൻസിപ്പൽ TV സമീന, NSS പ്രോഗ്രാം ഓഫീസർ PS ഹഫീദ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായതിന്റെ 100ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി KPCCയുടെ നിർദ്ദേശത്തെ തുടർന്ന് പുത്തഞ്ചിറ മണ്ഡലത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ ആരംഭിച്ചു. കുടുംബ സംഗമങ്ങളുടെയും വാർഡ് തല കമ്മിറ്റികളുടെ രൂപീകരണ യോഗങ്ങളുടെയും മണ്ഡലതല ഉദ്ഘാടനം ജില്ലാ ജനറൽ സെക്രട്ടറി TM നാസർ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് VA നദീർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VM മൊയ്തീൻ, ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, A ചന്ദ്രൻ, TS ഷാജി, ആന്റണി പയ്യപ്പള്ളി, ജിജോ അരിക്കാടൻ, സുഭാഷ് പനങ്ങാടൻ, VS അരുൺരാജ്, സാബു കണ്ടത്തിൽ, ശൈല പ്രകാശൻ, കൃഷ്ണപ്രസാദ് കണ്ണിക്കര എന്നിവർ സംസാരിച്ചു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ CK യുദി പ്രമേയം അവതരിപ്പിച്ചു. ചാലക്കുടി പോട്ടാശ്രമത്തിൽ നടക്കുന്ന 36ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ മാർച്ച് 5-ന് ആരംഭിക്കുമെന്ന് ആശ്രമം ഡയറക്ടർ ഫാദർ ഡെർബിൻ എട്ടിക്കാട്ടിൽ VC വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൺവെൻഷൻ 9-ന് സമാപിക്കും. പോട്ടാശ്രമത്തിൽ നിന്നും ശനിയാഴ്ച ആരംഭിച്ച വിളംബര ജാഥ തൃശൂർ, എറണാകുളം ജില്ലകളിലെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിച്ച് 4-ന് പോട്ടാശ്രമത്തിൽ തിരിച്ചെത്തും. 5-ന് രാവിലെ 9-ന് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളിക്കണ്ണൂക്കടൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. 20,000 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള പന്തലാണ് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് കൺവെൻഷൻ. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഫ്രാൻസിസ് കാരത്താനം, പോൾ അക്കര എന്നിവരും സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കലാഭവൻ മണിയുടെ ശില്പം ഇനി പാട്ടുപാടും. ചിത്രകലാകാരൻ ഡാവിഞ്ചി സുരേഷിന്റെ പുതിയ സൃഷ്ടിയാണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ കലാഭവൻ മണിയുടെ അനുസ്മരണ വീഡിയോ. കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി. ലോകമലേശ്വരം ഒല്ലാശ്ശേരി വീട്ടിൽ ശരത് ലാലിനെയും കരുവന്നൂർ വെട്ടുകുന്നത്ത് കാവ് പുറത്തുശ്ശേരി മുരുങ്ങത്ത് വീട്ടിൽ സ്തുതിനെയുമാണ് കാപ്പ ചുമത്തിയത്. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിച്ചു. 4,27,021 വിദ്യാർത്ഥികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.